തനിക്ക് നൽകേണ്ട സീറ്റ് അവസാന നിമിഷം പണം വാങ്ങി കോൺഗ്രസ് നേതൃത്വം വിറ്റെന്ന് ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉളിയനാട് ജയൻ. പോസ്റ്റർ വരെ കൈപ്പത്തി ചിഹ്നം പ്രിന്റ് ചെയ്യിപ്പിച്ച ശേഷം തടഞ്ഞു. ചിറക്കര UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി ചോദ്യം ചെയ്തതും ഉളിയനാട് ജയന് സീറ്റ് നഷ്ടപ്പെടുവാൻ കാരണമായി. ചാത്തന്നൂരിൽ ഇപ്പോഴും കോൺഗ്രസിന് ശനിദശ തന്നെയാണ്. എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഈ നാമനിർദ്ദേശക പത്രിക പിൻവലിക്കുന്നതിൻ്റെ അതേ ദിവസം ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉളിയനാട് ജയൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. അതിന് അദ്ദേഹത്തുള്ളൊരു അവഗണനയാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് നടക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ആ ഗതിയാക്കിയോ നിങ്ങളെ? ഇത്തിക്കര ബ്ലോക്കിലെ ചാത്തന്നൂർ ഡിവിഷനിലേക്കുള്ള കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു ഉളിയനാട് ജയൻ. പാർട്ടി നിർദ്ദേശപ്രകാരം നേതാക്കൾക്കൊപ്പം പത്രിക നൽകി. അഭ്യർത്ഥനയും പോസ്റ്ററും അടിച്ചു. ഡിവിഷനിലുടനീളം കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം അഭ്യർത്ഥന നടത്തി പ്രചരണം പകുതി പിന്നിട്ട ഘട്ടത്തിലായിരുന്നു DCCയുടെ പുതിയ തീരുമാനം. ആദ്യം പത്രിക നൽകിയ ഉളിയനാട് ജയനെ മാറ്റി ദിലീപ് ഹരിദാസനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ചിഹ്നവും അനുവദിച്ചു. തുടർന്നായിരുന്നു ജയന്റെ രാജി. പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണവും ഇതോടെ ഉയർന്നു. ഈ അവസാന നിമിഷത്തെ ഒരു രാജി എല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട്. രാജി എന്ന് പറയാൻ എൻ്റെ അവസ്ഥ, എൻ്റെ വീട് കണ്ടോ, നിങ്ങൾ കണ്ടോ? ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു രൂപ പോലും കൈക്കൂലി മേടിക്കാതെ ചിറക്കര പഞ്ചായത്തിൽ നടന്ന മുഴുവൻ അഴിമതിക്കെതിരെയും പോരാടിയ ഒരാളാണ് ഞാൻ. ഈ അഴിമതി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇതേ ചാനലിൽ തന്നെ എനിക്ക് ആ അഴിമതിയെക്കുറിച്ച് പറയാൻ വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ ഇവിടെ നേതാക്കന്മാർക്കുണ്ട്. അഴിമതിക്കെതിരാണ് ഞാൻ പണ്ട് ലോകായുക്ത ഒരു അഴിമതിക്കെതിരെ ചിറക്കര പഞ്ചായത്തിലെ പ്രസിഡന്റിനെതിരെ ലോകായുക്തയിൽ പോയി കേസ് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ സാധാരണക്കാരന് സീറ്റില്ല. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ് ഇപ്പോൾ സീറ്റ് കൊടുത്തതും അത് പേയ്മെന്റ് സീറ്റ് എനിക്ക് ഉറപ്പിച്ച് പറയാനും പറ്റും. നിയോജക മണ്ഡലം കോർ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഏകകണ്ഠമായി തീരുമാനിച്ചതായിരുന്നു ജയന്റെ സ്ഥാനാർത്ഥിത്വം. ചിഹ്നം കിട്ടിയ ദിലീപ് ഹരിദാസൻ പ്രചരണം തുടങ്ങിയതോടെ കോൺഗ്രസിൽ പ്രതിഷേധവുമായി. കൂട്ടരാജിയുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. പത്രിക പിൻവലിക്കുന്ന അവസാന നിമിഷവും പലർക്കും ചിഹ്നത്തിലുള്ള പേപ്പർ ലഭിക്കാത്തത് കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി. മണ്ഡലത്തിലെ BJPയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു ജയൻ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് കോൺഗ്രസിൽ വന്നത്. കൊല്ലം കോർപ്പറേഷനിലെ സിദ്ധാർത്ഥനും നമ്മുടെ ഈ ചിറക്കരയിലെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ഉളിയനാട് ജയനുമൊക്കെ ഇവർക്കാണ് കോൺഗ്രസ് സീറ്റ് ഇപ്പോൾ നിഷേധിക്കുന്നതും. ഒരു നിവൃത്തിയുമില്ലാതെയാണ് ഇവരിപ്പോൾ റിബൽ സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കേണ്ടി വരുന്നതും. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.